11 വർഷം രാജസ്ഥാൻ റോയൽസിന്റെ ഹൃദയമിടിപ്പായിരുന്നു സഞ്ജു സാംസൺ. അധികം ആരാധകരോ ഹേറ്റേഴ്സോ ഇല്ലാതിരുന്ന ടീമായിരുന്നു രാജസ്ഥാൻ. ആ രാജസ്ഥാനെ ഇന്ന് IPL ഒരു ഗ്ലാമറസ് ടീമായി വളർത്തുന്നതിൽ സഞ്ജുവിന് മഹത്തായ പങ്ക് അവകാശപ്പെടാനാകും. എന്തായാലും ആ സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. IPL ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു താര കൈമാറ്റത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത്. ഡൈനാമിക് വിക്കറ്റ് കീപ്പർ ബാറ്റർ രാജസ്ഥാനെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് നയിച്ച നായകൻ. അങ്ങനെ സഞ്ജുവിന് വിശേഷണങ്ങൾ ഏറെയാണ്. രാജസ്ഥാനെ വീണ്ടും കിരീട നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ സഞ്ജു ചെന്നൈയുടെ തട്ടകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 2020 ഓപ്പണർമാരിൽ ഒരാളും IPL മികച്ച ബാറ്റർമാരിൽ ഒരാളുമായ സഞ്ജുവിനെ 2 പവർ ഹൗസ് ഓൾറൗണ്ടർമാർക്ക് പകരമായാണ് രാജസ്ഥാൻ ചെന്നൈക്ക് നൽകിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കിരീട നേട്ടങ്ങളുടെ നട്ടെല്ലായിരുന്ന രവീന്ദ്ര ജഡേജയും ഇംഗ്ലീഷ് താരം സാം കർണുമാണ് രാജസ്ഥാനിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് 18 കോടി രൂപയ്ക്ക് നിലനിർത്തിയ ജഡേജയെ കൈയൊഴിഞ്ഞത് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ വേണ്ടിയാണ്. ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ് ഇവിടെ നടന്നത്. 4000-ലധികം റൺസ് നേടി സഞ്ജു സാംസൺ രാജസ്ഥാന്റെ എക്കാലത്തെ മികച്ച റൺ വേട്ടക്കാരനാണ്. 26 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളുമാണ് സഞ്ജു IPL സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ജഡേജയെ പോലൊരാളെ പോകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് അനുവദിച്ചത്? ഭാവിയിലേക്കുള്ള ആസൂത്രണം എന്ന് മാത്രമാണ് ഇതിനുള്ള ഉത്തരം. വർഷങ്ങളായി ചെന്നൈ ടീമിന്റെ വിക്കറ്റ് കാക്കുന്ന ധോണിക്ക് 44 വയസ്സായി. പ്രായത്തെ വെല്ലുവിളിച്ച് ധോണി ഫീൽഡിൽ തുടരുന്നുണ്ടെങ്കിലും സ്റ്റംപിന് പിന്നിൽ അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ ആവശ്യമാണ്. ഇവിടെയാണ് സഞ്ജുവിന്റെ റോൾ പ്രസക്തമാകുന്നത്. സഞ്ജു നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും കഴിവ് തെളിയിച്ച താരമാണ്. 2020 ക്രിക്കറ്റിൽ സ്ഥിരമായി മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ബാറ്ററാണ്. ജഡേജ മികച്ച താരമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ചെന്നൈ ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. മധ്യ ഓവറുകൾ കൈകാര്യം ചെയ്യാൻ യുവ സ്പിന്നർ സെൻസേഷനായ നൂർ അഹമ്മദിനെ ഉപയോഗപ്പെടുത്താം. മറ്റു പുതുമുഖ സ്പിന്നർമാരെ വളർത്തിയെടുക്കുകയും ചെയ്യാം. എന്നാൽ സഞ്ജുവിനെ പോലെ ഒരു ലോകോത്തര വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ സ്വന്തമാക്കാനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താനും കഴിയില്ല. രാജസ്ഥാൻ റോയൽസിനും ഇതൊരു നഷ്ടക്കച്ചവടമാകില്ല. അവർക്ക് ലഭിക്കുന്നത് 2 ലോകോത്തര ഓൾറൗണ്ടർമാരെയാണ്. 18 കോടി രൂപ പ്രതിഫലത്തിലാണ് സഞ്ജു രാജസ്ഥാനായി കളിച്ചിരുന്നത്. ജഡേജയും 18 കോടിക്കാണ് CSKയുമായി കളിക്കുന്നത്. സഞ്ജുവിനെ വിട്ടുകിട്ടാൻ ജഡേജയ്ക്കൊപ്പം പേസ് ഓൾറൗണ്ടറായ സാം കർണയും വേണമെന്ന രാജസ്ഥാന്റെ ആവശ്യം CSK ഒടുവിൽ അംഗീകരിക്കുകയായിരുന്നു. 2.4 കോടിയാണ് കർണന്റെ പ്രതിഫലം. BCCI ഈ കരാർ അംഗീകരിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ അനുമതി ലഭിച്ചോടെ കരാർ നടപടി പൂർത്തിയായി. 14 കോടിക്കാണ് രാജസ്ഥാനിലേക്ക് ജഡേജ എത്തിയിരിക്കുന്നത്. 18 കോടിക്കാണ് സഞ്ജുവിനെ CSK വാങ്ങിയത്. 2.4 കോടിയാണ് സാം കർണന്റെ പ്രതിഫലം. കർണും ജഡേജയും രാജസ്ഥാനിലെത്തുന്നത് ടീമിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. എന്നാൽ സഞ്ജു സാംസണെ പോലൊരു താരത്തെ കൈവിടുമ്പോൾ ടീമിന് മുന്നിൽ ചോദ്യങ്ങളേറെയാണ്. 2013 മുതൽ രാജസ്ഥാന്റെ ഭാഗമായുള്ള താരമാണ് സഞ്ജു. നായകനായും ബാറ്റ്സ്മാനായും കത്തിക്കയറിയ സഞ്ജു ടീമിനെ ഫൈനലിലെത്തിച്ച ക്യാപ്റ്റൻ കൂടിയാണ്. 67 മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിച്ച സഞ്ജു 33 മത്സരങ്ങളിലാണ് രാജസ്ഥാനെ ജയിപ്പിച്ചത്. 2024 IPL 530 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. അവസാന സീസണിൽ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ കോച്ചായി വന്നതിന് ശേഷം ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് സഞ്ജുവിന്റെ കൂടുമാറ്റത്തിന് കാരണമായത്. രാഹുൽ ദ്രാവിഡിനെ പുറത്താക്കി കുമാർ സംഗക്കാരയെ രാജസ്ഥാൻ പരിശീലകനാക്കിയെങ്കിലും സഞ്ജു ടീം വിടാൻ തയ്യാറാകുകയായിരുന്നു. ഇത്തവണ ടീമിന്റെ CEO അടക്കം മാറ്റിയാണ് രാജസ്ഥാൻ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.